ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേരന്റിങ്ങിനെ പറ്റിയിട്ടാണ്. പല പേരൻസിൻ്റെയും ഒരു വിഷമമാണ് തൻ്റെ കുഞ്ഞ് താൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. സോ നമ്മളുടെ കുഞ്ഞ് നമ്മൾ പറയുന്നത് കേൾക്കണമെങ്കിൽ, കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, റൂൾസ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറൽ പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. കുഞ്ഞുങ്ങൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് അവരുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ഒരു ദിവസത്തിലെ പ്രധാനപ്പെട്ട 3 സമയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ജനറലൈസ്ഡ് ആയിട്ടാണ്, അതായത് ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിക്ക് വേണ്ടി സ്പെസിഫിക്കലി അല്ല പറയുന്നത്. സോ ജനറലൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് എത്ര പ്രായമാണോ ആ കുഞ്ഞിന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് വളരെ യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് കൗമാരക്കാരനാണ് അല്ലെ കൗമാരക്കാരിയാണ് എങ്കിൽ നമ്മളിത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കൗമാരക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തോ ഉടായ്പും കൊണ്ടാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ വരുന്നത് എന്നുള്ളതായിരിക്കാം. പക്ഷേ അങ്ങനെ ഉടായ്പൊന്നും ഇല്ല. ജെനുവൻലി നിങ്ങൾ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവർ അതിനോട് പോസിറ്റീവായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്നുള്ളത്. സോ നമുക്ക് ഏത് പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ കുഞ്ഞിന്റെ ലൈഫിൽ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സമയം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, അതായത് എഴുന്നേൽക്കുമ്പോൾ ഉടനെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കുഞ്ഞിനെ ഒന്ന് ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, മോർണിംഗ് സോങ് നമുക്ക് പാടിക്കൊടുക്കാം, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിനോട് സംസാരിക്കാം. നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, അതാണ് ആദ്യത്തെ സമയം. അതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ആഫ്റ്റർ ലോങ്സ്റ്റ് സെപ്പറേഷൻ, അതായത് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയം, കുറേ നേരത്തെ സെപ്പറേഷന് ശേഷം നമ്മുടെ കുഞ്ഞ് വരുന്ന ഒരു സമയമാണ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ഓഫ് എ ഡേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കുഞ്ഞുങ്ങൾ ആ സെപ്പറേഷൻ്റെ സമയത്ത് കുറേ ബിഗ് ഫീലിങ്സ് അവർക്കുണ്ടായിരിക്കും അല്ലേ. അവരത് ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ അവർ വരുമ്പോൾ ഉടനെ നമ്മൾ അവൈലബിൾ ആവാൻ പറ്റണം എന്നില്ല. പക്ഷെ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കാം. ജഡ്ജ്മെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരുപാട് ക്രിട്ടിക്കൽ ആവാതെ, അല്ലെങ്കിൽ എന്താ പറയാ പ്രജുഡിസ്ഡ് ആയിട്ട് സംസാരിക്കാതെ, ഡ്രാമ കാണിക്കാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ഡ്രാമ കാണിച്ച് അവരുടെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പെരുമാറുവാണെങ്കിൽ പിന്നീട് അവർ ഒന്നും നമ്മളോട് പറയാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അങ്ങനെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് സമയം കണ്ടെത്താം. അതിനോടൊപ്പം നമുക്ക് അവരുടെ കൂടെ ഒരു വാക്കിന് പോവാം, റൈഡിന് പോവാം, അവരുടെ കൂടെ കളിക്കാം. അത് ഔട്ട്ഡോർ ഗെയിംസ് ആയാലും ഇൻഡോർ ഗെയിംസ് ആയാലും അവരോട് കളിക്കാൻ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ചായയും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രോയിങ്, ഡാൻസിങ് ഒക്കെ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാം. അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ നമ്മളും കൂടെ ഇൻവോൾവ് ആയിട്ട് അവരുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 3ാമത്തെ സമയം എന്ന് പറയുന്നത് കിടക്കാൻ പോകുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അവരുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട്? നമുക്ക് ബെഡ് ടൈം സ്റ്റോറീസ് വായിച്ചു കൊടുക്കാം, അവർക്ക് ഒരു മസാജ് നമുക്ക് ചെയ്യാം, അവരെ കെട്ടിപ്പിടിക്കാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് രണ്ടുപേരും കൂടെ, കുട്ടിക്കും പേരൻസിനും കൂടി അത് കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്തിട്ടായിരിക്കും കുഞ്ഞ് ഉറങ്ങാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കുഞ്ഞ് നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആ കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, കുഞ്ഞ് എത്രത്തോളം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചിന്തിക്കുകയും, കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്റ്റഡ് ആവാനുള്ള വഴികൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിക്കുകയും അതൊന്ന് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക.